ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് തൃശ്ശൂർ ജില്ലയിലെ കോതപ്പറമ്പ് വത്സാലയ എന്ന സ്ഥലത്തേക്കാണ്. മന്നത്ത് അക്വാറ്റിക്സ്. അപ്പോൾ ഒരു അക്വേറിയം ഷോപ്പാണ്, ഒരു വെറൈറ്റി അക്വേറിയം ഷോപ്പ്. അപ്പോൾ ഇവിടെ ഗപ്പികളുണ്ട്, പിന്നെ നമ്മളെ മോൺസ്റ്റർ ഫിഷുകൾ എല്ലാം ഉണ്ട്, പിന്നെ വെയിൽ ടൈൽ സീബ്ര, ഒരുപാട് വെറൈറ്റി ഒരു അക്വേറിയം ഷോപ്പാണത്. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ കാണിച്ച ഡിസ്പ്ലേ കാണിച്ചിരുന്ന ഓരോ ഫിഷും നമുക്ക് എടുത്ത് നോക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ മാർക്കറ്റ് റേഞ്ചൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ അക്വേറിയം ഷോപ്പിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. മറ്റുള്ള അക്വേറിയം ഷോപ്പിലാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ, ചില ഐറ്റംസ് മാത്രമേ കൊറിയർ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഈ അക്വേറിയത്തിൽ കാണുന്ന എല്ലാ ഫിഷും ഏത് നോക്കിയാലും അതെല്ലാം ഇവിടുന്ന് കൊറിയർ അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ. അതാണ് മെയിൻ, ഈ ഒരു ഫാമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ, പക്ഷേ ഒരു ഓൺലൈനായിട്ട് ഒരുപാട് കാലമുണ്ട്, സജീവമായിട്ടാണ്, സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം, മോൺസ്റ്റർ ഫിഷ് ആണെങ്കിലും നമ്മളെ ഗപ്പികളാണെങ്കിലും ഒക്കെ ഓരോ പല സെക്ഷനിലാക്കിയിട്ടുണ്ട്. അപ്പം ഓരോന്ന് നമുക്ക് നോക്കിയിട്ട് എന്താണ് മാർക്കറ്റത്തെ ആ റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ കറക്റ്റ് സ്ഥലം ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ് സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂര് കോതപ്പറമ്പില് വത്സാലയമാണ് നമുക്ക് സ്ഥലം വരുന്നത്. ഇത് ഷോപ്പിന്റെ പേര് മന്നത്ത് അക്വാറ്റിക്സ്. മന്നത്ത് അക്വാറ്റിക്സ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് സീബ്രാസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് മൂവിങ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫൈറ്റേഴ്സ് ഉണ്ട്, മോളീസ് ഉണ്ട്, മോളീസിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട്, ഗപ്പീസ് ഉണ്ട്, ഗപ്പീസിൽ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് പല ഐറ്റംസ് ആയിട്ട് നമ്മുടെ മൂവിംഗ് എല്ലാ ഫിഷസും ഉണ്ട് നമ്മുടെ അടുത്ത്. ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മളിപ്പോ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലായാലും പുറത്തല്ല എവിടെയായാലും നമുക്ക് നല്ല മൂവിംഗ് ഉള്ള ഒരു ഫിഷാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വ്യൂസ് കാണുന്ന സംഭവം അല്ലേ? അതെ അതെ. ഏതാണ് സംഭവം? എല്ലാരും പച്ചമീനാണ് പറയാറ്. വെയിൽ ടൈൽ സീബ്രാസ് ആണ് നമ്മൾ കാണിക്കുന്നത്. നല്ല രസമാണ് കാണാൻ അല്ലേ? ആ ടെയില് പ്രത്യേക രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുന്ന സംഭവം. ഓക്കെ. അത് വലിയ സൈസ് പൈമയിൽ കാണുന്നത് അല്ലേ? അതെ അതെ. ഓ ഓ. നമുക്കത് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ടത് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഏത് സമയത്തും ആളുകൾ ചോദിച്ചു വരുന്ന റേറ്റ് അല്ലേ വെയിൽ ടൈൽ സീബ്ര എന്ന് പറയുന്നത്? അപ്പോൾ അത് എന്ത് വരും മാർക്കറ്റ് റേഞ്ച്? ഇതൊക്കെ വരും മാർക്കറ്റ് റേഞ്ച് നമുക്കൊരു 200 250 ആ റേഞ്ചിലാണ് വരുന്നത്. ഹോൾസെയിൽ ആകുമ്പോൾ അതിന് പ്രത്യേക ഓഫർ ആയിട്ട് കൂടെ കൊടുക്കും. ഉണ്ട്. ഇപ്പൊ തന്നെ ഈ പച്ചമീൻ എന്ന് പറഞ്ഞ ഫിഷ് ഉണ്ടല്ലോ നമ്മുടെ വെയിൽ ടൈൽ സീബ്രാസ്, അതിപ്പോ നമുക്ക് ചില സമയത്ത് നമുക്ക് അത്യാവശ്യം മൂവിങ് ഉണ്ടാവും, ചില സമയത്ത് അവൈലബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അവൈലബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മള് പ്രത്യേകം ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. അടിപൊളി ഓഫർ ആവും അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമുക്ക് കൊറിയർ ഒക്കെ ചെയ്യാൻ പറ്റില്ല ഈ സംഭവം? നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അബിലിറ്റീസ് ഉണ്ട് നമുക്ക് എന്തായാലും. നമ്മളിപ്പോ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എന്താ പറയാ, അത്യാവശ്യം മോൺസ്റ്റർ ഫിഷ് എന്നൊക്കെ ഇതിൽ പറയുന്ന ഒരു ഫിഷാണ്. ഓസ്കാറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോ ഏതാ പറഞ്ഞത്? ഓസ്കാർ? ഇതിപ്പോ ഓസ്കാർ നമുക്ക് ഫയർ റെഡ് ആണ്. ഫയർ റെഡ് ഓസ്കാർ അല്ലേ? അൽബിന വരുന്നത് റെഡായി. എത്ര ഇഞ്ച് കാണുന്നത്? നമുക്കൊരു 4 ഇഞ്ചൊക്കെ ഇട്ട് സൈസിൽ വരുന്നത്. 4 ഇഞ്ച് സൈസിൽ വരുന്നത്. പിന്നെ ഇവര് പ്രത്യേകത പറഞ്ഞാൽ ഏത് സമയത്ത് ഫുഡ് കഴിച്ചോളൂ അല്ലേ? സത്യം. അതെ, എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഐറ്റം. ഫുഡ് ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ്, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ ഇതെങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? അപ്പൊ ഇതെങ്ങനെ വരും ഇതൊക്കെ പീസൊക്കെ ആയിട്ട് മാർക്കറ്റിലൊക്കെ? പീസൊക്കെ നമുക്കൊരു 300 400 ആ റേഞ്ചിൽ വരുന്നുണ്ട്. കാണുന്നത് ഇതിലിപ്പോ 2 ഐറ്റം ഉണ്ട് നമുക്ക്. ഒന്ന് കോപ്പർ ഓസ്കാറും വരുന്നുണ്ട്, ടൈഗർ ഓസ്കാറും വരുന്നുണ്ട്. ഇതാണ് കോപ്പർ. അത് കോപ്പർ ഓസ്കാർ. ഇതൊക്കെ എത്ര ഇഞ്ചാവേ കാണുന്നത് നമ്മള്? ഇതും 4 ഇഞ്ച് എബോയിട്ട് ഉണ്ടാവും വരുന്നത്. ഈ പുള്ളി ഉള്ളതാണ് ടൈഗർ ഓസ്കാർ വരുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരും മാർക്കറ്റ് റേഞ്ച്? ഇതൊക്കെ ഇതും മറ്റേ ഓസ്കാറിന്റെ സെയിം റേഞ്ച് തന്നെ വരിക അല്ലേ? അടുത്തിപ്പോ ഏതാ നമ്മള് നോക്കാൻ പോന്നെ? നമ്മളിപ്പോ അടുത്തായിട്ട് നോക്കുന്നത് മിക്സ്ഡ് മോർഫ് ആണ്. മിക്സ്ഡ് മോർഫ്. ഓ, ഈ കളർ ഉണ്ടാവും അല്ലേ? അതില് ബ്ലൂവും വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. ഇത് മൗത്ത് ബ്രീഡിംഗ് ആയിട്ടുള്ളത്. അതെ. ഓ ഓ. വേറെ കളറുകളുണ്ടല്ലേ വരുന്നത്? നല്ല രസമല്ലേ അത് ലൈറ്റ് ഒക്കെ ചെയ്യുമ്പോ? അതെ അതെ. അത് അത്യാവശ്യം സൈസ് ആയിട്ടുണ്ടല്ലേ? ഉണ്ട്. ഈ കളർ അതിൽ വരുന്നതാണ്. അതെ.
അപ്പോൾ ഇതെന്തോ വരും ഇതൊക്കെ? ഇതൊക്കെ ആകുമ്പോ നമുക്കൊരു മാർക്കറ്റ് റേഞ്ച് ആവുമ്പോ ഒരു 200 എബോയ്ക്കായിട്ട് വരും. ഓക്കെ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാറ്റിയിൽ തന്നെ പെട്ട ഒരു ഐറ്റം ആണ്. ഓ, നമ്മളെ സോഡ് ടൈൽ അല്ലേ? അതെ. ടൈൽ അഗ്രം നല്ല സൂചി മാറി വരുന്നത്. അതെ. അത് വലിയ സൈസാണ് നമ്മൾ കാണുന്നത്. അതെ. അതിന്റെ ഫീമെയിലും നമ്മളില്ലേ? അത് ഫീമെയിലും മെയിലും സെയിം തന്നെയാണ് ഇതില്. അപ്പൊ നമുക്കിത് പെയർ ആയിട്ട് ഇവിടെ ഉണ്ടാവും അല്ലേ? അതെ. സോഡ് ടൈൽ എന്ത് വരും അപ്പൊ മാർക്കറ്റിലൊക്കെ? മാർക്കറ്റ് റേഞ്ച് നമുക്കൊരു 50-60 ഒരു പെയറിന് വരും അല്ലേ? അടുത്ത് നമ്മളെ സാധാ പ്ലാറ്റി അല്ലേ? അതെ. ഓ, ഇത് ടൈലുമേ ബ്ലാക്ക് കളർ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ വരും ഇപ്പോ? ഇത് മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ നമുക്കൊരു പെയർ 30-40 റേഞ്ചിൽ വരുന്നത്. ഇത് റെഡ് പ്ലേറ്റ് ആണ്. സാധാ റെഡ് പ്ലേറ്റ് അല്ലേ? പഴയ മോഡൽ റെഡ് പ്ലേറ്റ്. ഇതെങ്ങനെ വരും റേഞ്ച്? ഇതിപ്പോ നമുക്ക് പെയർ ആവുമ്പോ ഒരു 30-40 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് മാർക്കറ്റിൽ. ഇതിപ്പോ നമുക്ക് റെഡ് ബലൂൺ പ്ലേറ്റ് ബലൂൺ പ്ലേറ്റ് റെഡ് ഇവിടെ ഉണ്ട്. ഇതിവിടെ ബ്രീഡ് ചെയ്യുന്നതാണോ? അതെ, നമ്മൾ തന്നെ ബ്രീഡിങ് ചെയ്യുന്നതാണ്. അതും നമുക്ക് വലിയ റേറ്റ് ഒന്നല്ല കേട്ടോ വരുന്നത്. പേരൊക്കെ വലിയ റേറ്റ് ഇതൊക്കെ നമുക്കൊരു 50-60 തന്നെയാണ് പെയർ ആയിട്ട് മാർക്കറ്റിൽ വരുന്നത്. അതെ. ഇത് മിക്കി മൗസ് പ്ലേറ്റ്. അടിപൊളി സംഭവം. കൂട്ടത്തോണ്ട് വരുമ്പോഴേ ഗ്ലാസ്സിക്ക് നോക്കാം. നല്ല രസമല്ലേ? അതെ. ഫ്രണ്ട്ലി ടൈപ്പ് ഫിഷ് ആട്ടോ. ശരിക്കും ഇത് പറഞ്ഞല്ലേ, അധികം പേടിയൊന്നുമില്ല. നമ്മളോട് നന്നായിട്ട് ഇണങ്ങും അല്ലേ? ഫുഡൊക്കെ കൊടുക്കുമ്പോ അടുത്തേക്ക് വരും. ഓക്കെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരും ഇപ്പോ? ഇത് മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് പെയറൊക്കെ ആവുമ്പം ഒരു 30-40 ആ റേഞ്ചിലേ വരുന്നുള്ളൂ അല്ലേ? ഇത് നമ്മളെ ഗോസ്റ്റ് ഫിഷ് വരുന്നല്ലേ? അതെ, മോൺസ്റ്റർ ഫിഷ് ആയിട്ട് വരുന്നത്. അതില് 2 ടൈപ്പ് ഉണ്ടല്ലോ. പാണ്ട ഗോസ്റ്റും ഉണ്ട്. ഈ പറഞ്ഞത് പാണ്ട അല്ലേ? ഇങ്ങനത്തെ വന്നില്ലേ അപ്പൊ? അതെ. അടിപൊളി. കണ്ടാ തന്നെ ശരിക്കും പേടിയാവും കാണാം അല്ലേ? ഇതിപ്പോ എങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? അപ്പൊ ഇത് നമുക്കൊരു 400-500 റേഞ്ചിലാണ് വരുന്നത്. രണ്ടും ഒരേ സെയിം റേഞ്ച് തന്നെ വരിക? അല്ലല്ല, വ്യത്യാസം വരുന്നുണ്ട്. പാണ്ടാസ് ആവുമ്പോ നമുക്കൊരു 400-500 റേഞ്ചും, ബ്ലാക്ക് ആണെങ്കിൽ ഒരു 300-400 ആ റേഞ്ചിലും വരുന്നത്. നമ്മളെ ഫദർ ഫിഷിന്റെ വലുത് അല്ലേ? അതെ. ഇത് എത്ര സൈസ് ആയതാ? ഇത് നമുക്കൊരു 5-6 ആ ഒരു സൈസിലായതാണ്. ഇതെങ്ങനെ വരും ഇപ്പോ? ഇതാകുമ്പോ നമുക്ക് മാർക്കറ്റ് ആണെങ്കിൽ ഒരു 500-600 ആ ഒരു റേഞ്ച് ആയിട്ട് വരുന്നത്. ഇത് നമ്മളെ നിയോൺ ടെട്ര. അതെ. പ്ലാന്റഡ് ടാങ്കിലൊക്കെ ആകുമ്പോ നല്ല രസം കാണാൻ. നല്ല രസമുണ്ട്. പിന്നെ നൈറ്റ് ഇവര് കുറച്ച് ലൈറ്റ്നെസ് ഒക്കെ ആയിട്ട് തോന്നുന്ന ഒരു ഫിഷ് ആണ്. അതെ. ഇതെന്തോ ഒരു റേഞ്ച് വരും ഒക്കെ? ഇതിന്റെ റേഞ്ച് നമുക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു 50-60 പെയർ ആയിട്ട് വരുന്നുണ്ട്. എടുക്കാൻ പോന്നേ നമ്മൾ അടുത്തത് നോക്കുന്നത് ബ്ലാക്ക് പ്ലക്ക് ആണ്. ഇത് എല്ലാവർക്കും സക്കർ ഫിഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. അതെ. ചെറിയ സൈസ് ആണ് എടുത്തത്. ചെറിയ സൈസും ഉണ്ട്, വലിയൊരു സൈസും ഉണ്ട്. ഇതിപ്പോ എങ്ങനെ വരും അപ്പൊ മാർക്കറ്റിലൊക്കെ? മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ നമുക്കൊരു പീസ് ഒക്കെ ആവുമ്പോ ഒരു 30-40 ആ റേഞ്ചിലാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ടാങ്ക് ഒക്കെ ഒരുവിധം ക്ലീൻ ആക്കും. വേസ്റ്റ് ഒക്കെ സക്ക് ചെയ്തെടുക്കും. അധികം അസുഖങ്ങൾ ഇവർക്ക് വരില്ല. അങ്ങനെ പ്രത്യേകത പെട്ടെന്ന് സൈസ് ആയി കിട്ടും ചെയ്യും. അതിന്റെ വലിയ സക്കർ അല്ലേ? അതെ. ഇത് എത്ര അടിയായിട്ടുണ്ടാവും? ഇത് നമുക്കൊരു 6 ഇഞ്ചിന്റെ മേലെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അത് എന്ത് റേഞ്ച് വരും ഇപ്പൊ അതൊക്കെ ഈ സൈസ് ആവുമ്പോ? ഈ സൈസ് ഒക്കെ ആവുമ്പോ നമുക്ക് ഒരു 600-700 ആ റേഞ്ചിൽ വരും അല്ലേ? മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. ഇത് അവരൊന്ന് പേടിച്ചിട്ടുണ്ട്, അതാണ് കളർ ഒന്നും മങ്ങിയത് അല്ലേ? അതെ. ജൂലി പറഞ്ഞാൽ അത് തിളങ്ങുന്ന ഒരു ഫിഷ് എന്നാ പറയാം. ഡോട്ട് ആയിട്ട് ശരിക്കും റെഡ് കളർ വരുന്നതല്ലേ?
അതെ സ്ട്രെസ് ആണ് ചെറുതായിട്ട്. അതെ ഓ ഓ ഇത് നമ്മളിൽ ബ്രീഡിംഗ് പെയർ ആയിട്ട് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. അത് ചെറുതായിട്ട് ഇതിനൊരു ചോപ്പ് കളർ വരുന്നുണ്ട്. ഇതൊരു ഇപ്പൊ മാർക്കറ്റ് റേഞ്ച് മാർക്കറ്റ് റേഞ്ച് ആകുമ്പോൾ നമുക്കൊരു 200 പെയറിനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അധികം ആരും കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള മോളീസ് ആണ്. അതെ നോക്കാം. ഇതിന് നമ്മള് ബ്ലാക്ക് മോളി. ഇതൊരു സംഭവം അല്ലേ? അതെ അതെ, അടിപൊളി സംഭവം. എന്താണ് പേര്? ഇത് സീബ്ര ബലൂൺ മൂൺ ടൈൽ. സീബ്ര ബലൂൺ മൂൺ ടൈൽ അല്ലേ? അതെ. 2 കളർ വരുന്നുണ്ട്, വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട്. പിന്നെ ഐ ഡയമണ്ട് ഐ ആണല്ലേ വരുന്നത്? ഡയമണ്ട് ഐ ആണ് മെയിൻ ഹൈലൈറ്റ് അതിന്റെ. ഇത് ഡയമണ്ട് ഐ അല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആവുന്നുണ്ട് അല്ലേ? ഓ എന്ത് വരും ഇതൊക്കെ? മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് പെയർ ആവുമ്പോ ഒരു 450-500 റേഞ്ച് വരും വരുന്നുണ്ട്. ഇത് ട്രിക് കളർ മോളീസ് ആണ് വരുന്നത്. മൂൺ ടൈൽ തന്നെയാണ്. ഓ നല്ല രസമുണ്ടല്ലോ. എല്ലാവർക്കും ഇതും സീബ്രാസും തെറ്റി പോവാറുണ്ട്. അതെ ഓ ട്രിക്കിള് വരുന്നത് അല്ലേ? 2 കളർ വൈറ്റ് ഇതിൽ വരുന്നുണ്ട്. അടിപൊളി. ഇതൊക്കെ നമ്മളിപ്പോ അക്വേറിയം ഷോപ്പിൽ ഇപ്പോൾ വരാൻ തുടങ്ങി അല്ലേ? അതെ അതെ. ഇതിപ്പോ എന്ത് വരും ഇപ്പൊ മാർക്കറ്റിലൊക്കെ? അത് ഇതാവുമ്പോ നമുക്കൊരു പെയർ ആണെങ്കിൽ ഒരു 650-700 റേഞ്ച് വരുന്നുണ്ട് മാർക്കറ്റില്. അപ്പൊ ഈ ഫിഷ് കൊണ്ടുപോയിട്ട് എല്ലാരും പറയുന്നത് ബ്രീഡ് ആവില്ല എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ബ്രീഡ് ആയിട്ടുണ്ട്. അതാണ് ബേബീസ്. എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാ? ഇതിപ്പോ നമുക്കൊരു 3 to 4 വീക്ക് ആയിട്ടുണ്ട്. ഇല്ലേ? ഇവർക്ക് എന്ത് ഫുഡാ കൊടുക്കണേ? ആർട്ടിമിയ നമ്മളിവിടെ ഹാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഹാർലിക്വിൻ മൂൺ ടൈൽ തന്നെയാണ് കേട്ടോ. അതെ ഓ മൂൺ ടൈൽ വരുന്നത് അല്ലേ? ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ മോളിസ് ഒക്കെ ടോപ്പ് അല്ലേ? അതെ. ഇതും അതിന്റെ ഡയമണ്ട് ആയി വരുന്നുണ്ടല്ലോ, വരുന്നുണ്ടല്ലേ? ഇതിപ്പോ എങ്ങനെ വരും ഇപ്പൊ മാർക്കറ്റിലൊക്കെ? മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ നമുക്കൊരു 500-600 ആ റേഞ്ചിൽ വരും. വരുന്നുണ്ട്. യെല്ലോ മോളി അല്ലേ? അതെ അതെ അതെ. ഇയറും കാണിക്കുന്നുണ്ട്. അതാകുമ്പോ നമുക്ക് പെയർ ആണെങ്കിൽ ഒരു 100-120 ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊടുക്കാണ്ട്. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് സെനഗലാണ് കേട്ടോ. സെനഗൽ അല്ലേ? അതെ. ഇതേത്? അൽബിനോ. അത് ചെറിയ സൈസാണ്. ചെറിയ സൈസാ വരുന്നത്. ഓ ഓ അതിന്റെ ഗ്രീൻ ആണോ കാണുന്നത്? കാണുന്നത്. ഇത് എന്ത് വരും ഇപ്പൊ പെയറിനൊക്കെ? ഇത് പെയറൊക്കെ ആകുമ്പോ നമുക്ക് മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ ഒരു 550-600 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അടുത്തത് നമ്മളെ ടൈഗർ ബാർബ് അല്ലേ? 2 കളർ വരുന്നുണ്ട്. ഇവര് നല്ല ഫ്രണ്ട്ലി ആണല്ലേ? ഫുഡൊക്കെ കൊടുത്താൽ ഞാൻ വേഗം വരും. കാണാനും ഭംഗിയാണ് കേട്ടോ. അതെ അതെ. 2 കളർ അല്ലേ? അതെ. ഇത് എങ്ങനെ റേഞ്ച് വരും? മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് പെയർ ആവുമ്പോ ഒരു 70-80 രൂപ. രണ്ടും ഒരേ റേറ്റ് മാർക്കറ്റിൽ വരുന്നത് അല്ലേ? പർപ്പിൾ നല്ല രസം അല്ലേ? പർപ്പിൾ റെഡ്. നമ്മളിത് നോക്കാൻ പോകുന്നത് കോമൺ ആണ് കേട്ടോ. അതിപ്പോ ഏത് അക്വേറിയം ഷോപ്പിൽ പോയാലും എവിടെ ആയാലും നമുക്ക് കാണുന്നത് നമ്മുടെ നിർബന്ധമാണ്. ഗോൾഡ് ഫിഷ് ആണ് നമ്മള് നോക്കുന്നത്. എത്ര സൈസ് ഗോൾഡ് ഫിഷ് ഉണ്ട് ഇവിടെ? നമുക്കിപ്പോ 2-3 ടൈപ്സ് ഉണ്ട്. എങ്ങനെ തുടങ്ങുമ്പോ മാർക്കറ്റ് ആകുമ്പോ നമുക്കൊരു 100 സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. 100-110 ആ റേഞ്ച് വലിയ സൈസിന് വരുന്നത്. ചെറിയ സൈസ് എത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യും? ചെറുതൊക്കെ ആകുമ്പോ നമുക്ക് ഒരു 30-40 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ഇത് ഗോൾഡൻ കോബ്ര ചെന വെറൈറ്റിയിൽ വരുന്നത്. ഇങ്ങനെ വെച്ചോണ്ട് എന്താ വെച്ചത്? ഇങ്ങനെ തെർമോക്കോൾ എന്തിനാ വെച്ചത്? നല്ല ചാട്ടല്ലേ? നല്ല ചാട്ടാ. എടുത്താ ചാടും. എത്ര സൈസ് ആയിട്ടുണ്ടാവും ഇതൊക്കെ? ഇത് നമുക്കൊരു 3-4 ഉണ്ടാവും അല്ലേ? എന്ത് റേഞ്ച് വരും ഇതൊക്കെ?
ഇതൊക്കെ ആകുമ്പോ നമുക്ക് സിംഗിൾ ആകുമ്പോ നമുക്കൊരു 600-700 ആ റേഞ്ചിൽ വരുന്നുണ്ട് മാർക്കറ്റിൽ. ചെനാസ് വെട്ടി ചെനാസ് വെട്ടി അല്ലേ? അത്യാവശ്യം വലിയ സൈസ് അപ്പൊ നമ്മൾ. അതെ അതെ, നല്ല ചാട്ടം ചാടും അല്ലേ? ചാടും. ഇതിപ്പോ എങ്ങനെ വരും ഇപ്പൊ റേഞ്ച്? ഇതിപ്പോ റേഞ്ച് ആകുമ്പോ നമുക്കൊരു സിംഗിൾ ആണെങ്കിൽ നമുക്കൊരു 450-500 തന്നെ വരുന്നുണ്ട് മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ. പിന്നെ സൈസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിനി അടുത്ത് നോക്കാൻ പോണത് ഗപ്പീസ് ആണ് കേട്ടോ. ഗപ്പീസ് ആവുമ്പോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആരാധകരുള്ളൊരു ഫിഷാണ്. അപ്പൊ നമുക്കിനി അതിന്റെ വെറൈറ്റീസ് ആയിട്ട് നോക്കാം. നമുക്കിപ്പോ 5 വെറൈറ്റീസ് ഉണ്ട്. അതെ, ഇതിപ്പോ ഗപ്പി വെറൈറ്റീസിൽ തന്നെ പെട്ടിട്ടുള്ള ടെക്സിഡോ ഇയർ ആണ്, ബിഗ് ഇയർ ആയിട്ട് വരുന്നതാണ്. ഇയറും കാണിക്കുന്നുണ്ട്. ഇയറും കാണിക്കുന്നുണ്ട്. ബോഡിയിൽ ഒരു ബ്ലൂ കളർ പ്രിന്റും വരുന്നു, ടെയിൽമ റെഡ് കളറും വരുന്നത് അല്ലേ? അൽബിനോ വെറൈറ്റിയില്. ഇതിപ്പോ എങ്ങനെ വരും? ഇതൊക്കെ ആവുമ്പോ നമുക്ക് മാർക്കറ്റിലാകുമ്പോ നമുക്കൊരു 120-150 പെയേഴ്സിനായിട്ട് വരുന്നത്. ഇത് അൽബിനോ കോയി അല്ലേ? നോർമൽ അൽബിനോ കോയി വരുന്നത്. ഇതിപ്പോ എപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്ന ഇതെന്ത് വരും റേഞ്ച് മാർക്കറ്റിലൊക്കെ? ഇതും നമുക്കൊരു പെയേഴ്സ് ആകുമ്പോ 120 നേരത്തെ പറഞ്ഞ വരുന്നുണ്ട്. ഇത് കാണുന്നത് ടൈഗർ ഗപ്പി. ടൈഗർ അല്ലേ? അതിൽ 2 കളർ വരുന്നുണ്ട് അല്ലേ? ഈ കളർ വരുന്നുണ്ട്, ഈ യെല്ലോ കളർ വരുന്നുണ്ട് അല്ലേ? പ്രിന്റഡ് ആയിട്ട്. പിന്നെ ഫീമെയിലിനും പ്രിന്റ് കാണിക്കും ബോഡിയില്. ടൈൽ അത്ര വലിയത് വരില്ല, റൗണ്ട് ടൈലായി വരുന്നത്. ഇതിപ്പോ എങ്ങനെ വരും അപ്പോ? ഇതാകുമ്പോ മാർക്കറ്റ് റേഞ്ച് ആവുമ്പോ നമുക്കൊരു 250-300 പെയറിന് വരുന്നത് അല്ലേ? ഇത് നമ്മളെ യെല്ലോ പിങ്ക് വരുന്നത് അല്ലേ? ടൈലുമേ യെല്ലോ കളർ ആയിട്ട് വരുന്നത്. ചെറിയൊരു സിൽവർ ഷെയ്ഡാണ് ബോഡിയിൽ വരുന്നത്. നല്ല ആക്റ്റീവ് ആയിരിക്കും ഇവരല്ലേ? ഇതിപ്പോ എന്ത് റേഞ്ച് വരും ഇപ്പോ? ഇതാകുമ്പോ നമുക്ക് 120-150 മാർക്കറ്റ് റേഞ്ചില് പെയറിന് വരുന്നത്. ടെക്സിഡോ വൈറ്റ് അല്ലേ? നല്ല ഫീമെയിൽ നല്ല സൈസും വയ്ക്കും, മെയിൽ നല്ല ടൈല് നല്ലതായിട്ട് വരും അല്ലേ? പഴയ മോഡലാണ് അതൊക്കെ. ഇതൊക്കെ എന്ത് റേഞ്ച് വരും അപ്പോ? ഇതും സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ റേഞ്ച് തന്നെ വരുന്നത്. ഫുൾ ബ്ലാക്ക് അല്ലേ? നല്ല ലോങ് ടൈല് വരും. ഫുൾ ബ്ലാക്ക്, ഫീമെയിൽ നല്ല ബ്ലാക്ക് കളർ അല്ലേ? ഇത് ബ്രീഡിംഗ് ഏജിൽ ഇട്ടിരിക്കുക. ഇത് എന്ത് റേഞ്ച് വരും? ഇതും സെയിം നേരത്തെ പറഞ്ഞ റേഞ്ച് തന്നെ വരുന്നത് അല്ലേ? നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് മോൺസ്റ്റർ ഫിഷസ് ആണ്. അല്ല ഏറ്റവും പവർഫുൾ, അത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന ഐറ്റം അല്ലേ? റെഡ് ടൈൽ കാറ്റ് ഫിഷ്. ചെറിയ സൈസാണ് കാണിക്കുന്നത്. ഇത് എത്ര ഇഞ്ചായതാപ്പോ? ഇതാകുമ്പോ നമുക്കൊരു 3.5 ഇഞ്ചിന്റെ അടുത്ത് വരുന്നത് അല്ലേ? ഇതിപ്പോ എങ്ങനെ വരും അപ്പൊ പീസിനൊക്കെ വരും? ഇതൊക്കെ പീസ് ആകുമ്പോ നമുക്ക് മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ ഒരു 200-250 റേഞ്ചിലാ വരുന്നത് അല്ലേ? ഈ സൈസ് ഒക്കെ സൈസ് അനുസരിച്ച് റേറ്റും വ്യത്യാസം വരും. ഇത് ഏതാണ്? ഇത് വരുന്നത് ഇതാണ്, ഷോവൽ നോസ് ആണ് വരുന്നത്. ഷോവൽ നോസ് അല്ലേ? ഈ ഡോട്ട് ആയിട്ട് ഇത് എത്ര സൈസ് ആയിട്ടുണ്ട് ഇപ്പോ? ഇതിപ്പോ ഒരു 5-6 ഒക്കെ ആയിട്ട് വരും. 6 സൈസ് ആയതാണ്. എന്ത് റേഞ്ച് വരെ? ഇതിപ്പോ പീസ് ആണെങ്കിൽ നമുക്കൊരു 650-700 ആ ഒരു റേഞ്ച് മാർക്കറ്റിൽ വരുന്നുണ്ട്. ടൈഗർ ഷോവൽ ആണത്. ടൈഗർ ഷോവൽ നോസ് അല്ലേ? എത്ര ഇഞ്ച് ആയതാണത്? ഇതും നമുക്കൊരു 4-4.5 സൈസിലേക്ക് എത്തിയത്. ഇതെന്ത് റേഞ്ച് വരും ഇപ്പൊ മാർക്കറ്റിലൊക്കെ? മാർക്കറ്റിലേക്ക് നമുക്കൊരു 450-500 തന്നെ വരുന്നുണ്ട്. ഷാർക്ക് വലുത് അല്ലേ? ബ്ലാക്ക് ഷാർക്ക് വരുന്നത്. എത്ര സൈസ് ആയിട്ട് ഇപ്പൊ? ഒരു അടിയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഒരു അടിയുടെ മേലായിതാ. ഈ ഷാർക്കിനൊക്കെ ഈ സൈസുള്ള ഇതൊക്കെ ആകുമ്പോ നമുക്കൊരു 400-500 റേഞ്ചിലായിട്ട് വരുന്നത്. അനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫ്ലവർ ഹോൺസ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാരും മുട്ടമീൻ എന്നാണ് പറയാറ്. അതെ, അടിപൊളിയുള്ളത്.
ഇത് ഏതാ SRD ആണത്? SRD ആണ്. SRD വെറൈറ്റി അല്ലേ? ഹെഡ് വന്നത് അല്ലേ? റെഡ് വന്നത്. ഇതെന്ത് റേഞ്ച് വരും ഇപ്പോൾ? ഇതിപ്പോ നമുക്കൊരു 1500 600 ആ റേഞ്ചിലാണ് വരുന്നത് ഈ SRD അല്ലേ? അതിന്റെ ചെറിയ സൈസാണ്. ചെറിയ സൈസ് 50 വരുന്നുള്ളൂ അല്ലേ? 50 വരുന്നുള്ളൂ. ഓ ഇതെന്ത് വരും ഇപ്പോൾ? ഇതിപ്പോ നമുക്കൊരു 800 900 ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റിൽ വരുന്നതാണ്. ബേബീസ് ബേബീസ് ഉണ്ടല്ലേ? ഫ്ലവർ കൊണ്ട് ചെറിയ സൈസ് ആയിട്ട് വരുന്നത്. ഓ ഇതെന്ത് വരും? ഇതാകുമ്പോ നമുക്ക് ഒരു 40-50 ഒരു പീസിന് വരുന്നത്. ഒരു പീസിനായിട്ട് വരുന്നത്. ഓ ചെറിയ പൈസ വരുന്നുള്ളൂ അല്ലേ? അതെ അതെ. ഓക്കെ ഇത് കൊണ്ടുപോയിട്ട് വലുതാക്കി എടുക്കാം നമുക്ക്. ചെറിയ സൈസ് ആയിട്ട് വരുന്നത്. ചെറിയ സൈസ് ഫ്ലവർ ആണ് വരുന്നത്. ഇതെന്ത് റേഞ്ച് വരും ഇപ്പോ? ഇതും നമുക്കൊരു 650 700 ആ ഒരു റേഞ്ചിലായിട്ട് വരുന്നതാ. ഇതേതാണ്? പോളാറില്ലേ? പോളാർ ബ്ലൂ. ബ്രീഡിംഗ് സൈസ് ആവണുള്ളൂ അല്ലേ? ആവണം. അവര് പെയറിംഗ് ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ വരും അപ്പൊ? പീസിന് വരും? അത് പീസ് ആവുമ്പോ നമുക്കൊരു 75 ബ്ലൂസ് വരുമ്പോ 75 ഒരു പീസിന് വരുന്നത്. ഒരു പീസിന് വരുന്നത് ഈ ഒരു സൈസ് ആവുമ്പോ അല്ലേ? പിന്നെ അതിനപ്പുറത്ത് വൈറ്റ് ഉണ്ട്. അതിന്റെ വൈറ്റ് വരുന്നത്. ഇതെങ്ങനെ റേഞ്ച് വരും അപ്പൊ? ഈ റേഞ്ച് ഒക്കെ ആവുമ്പോ നമുക്കൊരു 90 100 ആ ഒരു റേഞ്ച് ആയിട്ട് വരുന്നത്. വൈറ്റിന് വരുന്നത് അല്ലേ? വൈറ്റില് വരുന്നത്. എന്നാലും അത്യാവശ്യം ഒരു ബ്രീഡിംഗ് സൈസ് സൈസ്. പെയർ ആയിട്ടുണ്ടാവും, പീസ് ആയിട്ടുണ്ടാവും അല്ലേ? പീസ് ആയിട്ട്. ഇത് നല്ല രസമുണ്ടല്ലോ. ഫെദർ ഫൈൻ ആണ്. ഫെദർ ഫൈൻ. ഓ സക്കർ ഫിഷിന്റെ വേറെ ടൈപ്പ് അല്ലേ? നല്ല രസമുണ്ടല്ലോ. ഗ്രീൻ കളർ വരുന്നത് ചെറുതായിട്ട്. ഗ്രീൻ ആയിട്ട്. ഗ്രീനിൽ ഡോട്ട്സ് ആയിട്ട് വരുന്നത്. ഇതെന്ത് റേഞ്ച് വരും ഇപ്പോ? ഇതിപ്പോ നമുക്ക് പീസ് റേറ്റ് ആണെങ്കിൽ നമുക്കൊരു 250 ആ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഷ്രിമ്പുകൾ നോക്കാണ്ടല്ലേ? ഇത് ഏതാ ആദ്യം കാണുന്ന ഷ്രിമ്പ്? ഇതാകുമ്പോ റെഡ് റിൽ ഷ്രിമ്പ് ആണ് വരുന്നത്. റെഡ് റില്ല് അല്ലേ? റില്ലാണത്. റെഡ് റില്ല് അല്ലേ? ഓ നടുഭാഗത്ത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നത്. ഇതെന്ത് റേഞ്ച് വരും ഇപ്പോ? ഇത് നമുക്ക് മാർക്കറ്റ് ആകുമ്പോ നമുക്കൊരു 120 150 പെയറിന് വരും അല്ലേ? പെയറിന് വരുന്നത്. ഇതതിന്റെ ഓറഞ്ച് കളർ റില്ല് വരുന്നത് അല്ലേ? ഓ ഇതെങ്ങനെ വരും ഇപ്പോ? ഇതും റേഞ്ച് സെയിം തന്നെയാണ്. അതായത് യെല്ലോയിഷ് ഗോൾഡ് ആയിട്ടുള്ള ഷ്രിമ്പ് അല്ലേ? സക്കോറ എന്നൊരു വെറൈറ്റിയാ. സക്കോറ. ഓ രസമുണ്ടല്ലോ കാണാതല്ലേ? ഇതെന്ത് വരും? 120 റേഞ്ച് തന്നെ. ഗോൾഡൻ ഷ്രിമ്പ് അല്ലേ? അതെ അതെ. ഇത് എന്ത് ഫുഡ് ആർക്ക് കൊടുത്തത്? ഇവർക്ക് ഇപ്പൊ നമ്മൾ കുക്കുംബർ ആണ് കഴിക്കുന്നത് അല്ലേ? അതെല്ലാം കഴിക്കും അല്ലേ? കഴിക്കും. ഇതെന്താ വരുന്നത്? അത് അതേ സെയിം റേറ്റ് തന്നെയാണ്. റേഞ്ച് തന്നെ വരുന്നത്. ബ്ലൂ, ഇലക്ട്രിക് ബ്ലൂ. ഓ ഓക്കെ. അതാ കഴിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ? എല്ലാം കഴിക്കുക വരുന്നത്. കഴിക്കുന്നുണ്ട്. ഇതെങ്ങനെ റേഞ്ച് വരുന്നത്? സെയിം തന്നെയാണ് വരുന്നത്. സെയിം റേഞ്ച് തന്നെ വരുന്നത്. ബ്ലൂ റില്ല്. നമ്മൾ നേരത്തെ കണ്ട റെഡിന്റെ ഓറഞ്ചിന്റെയും അതിന്റെ ബ്ലൂ റില്ല് വരുന്നത് അല്ലേ? ദൂരത്താ പോയി എനിക്ക് കിട്ടണില്ല അല്ലേ? ഇത് നേരത്തെ പറഞ്ഞ റേഞ്ച് തന്നെയാണ് വരുന്നത്. അടുത്ത് നമ്മുടെ ക്രാഫിഷ് ഉണ്ടല്ലേ ഒരുപാട്? അതെ അതെ. ഇതൊക്കെ ഏത് വെറൈറ്റി ക്രാഫിഷ് ആണ്? ഇത് നമുക്ക് ലോബ്സ്റ്റർ എന്ന ഒരു വെറൈറ്റി വരുന്നത്. നല്ല ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ അതെ. നല്ല കളർഫുൾ ആയിട്ടല്ലേ? ഇതൊക്കെ എത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ലോബ്സ്റ്ററുകൾ? ഇതൊക്കെ നമുക്ക് ഒരു 250 300 പീസിന് വരുന്നത് അല്ലേ? ഫൈറ്റേഴ്സ് ആട്ടോ. അത് വേറെ കളർ അല്ലേ? പല വെറൈറ്റി കളറുകളുണ്ട്. പിന്നെ നമ്മള് വിഡോസ് ഉണ്ടല്ലേ? അതെ അതെ. മിക്സ്ഡ് വിഡോസ് ആണ് വരുന്നത്. മിക്സ്ഡ് വരുന്നത് അല്ലേ? അതെ. ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരും? ഇത് നമുക്ക് ഇപ്പോ സിംഗിൾ ആണെങ്കിൽ നമുക്കൊരു 20-30 വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് മാർക്കറ്റ്സിൽ. നോക്കിയില്ലേ? ഇനിയിപ്പോ ഏതാ നോക്കാൻ പോണേ? ഇനി നമുക്ക് ഫുഡ് നോക്കാം, മെഡിസിൻസ് നോക്കാം. ഫുഡുകൾ ഉണ്ടല്ലേ? ഇതേത് ഫുഡാണ്? ഇത് ആർട്ടിമിയ ആണ്, അതിന്റെ ക്യാപ്സ്യൂൾ ആയിട്ട് വരുന്നത്. ആർട്ടിമിയ സിസ്റ്റ് വരുന്നത് എഗ് അല്ലേ? ഇത് എത്ര ഗ്രാമിന്റെ ആണ്? ഒരു 10 ഗ്രാമിന്റെ നമുക്ക് വരുന്നത്. 10 ഗ്രാം. ഇതെന്ത് റേഞ്ച് വരും മാർക്കറ്റിലൊക്കെ? മാർക്കറ്റിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു
120, 150 ആ റേഞ്ചിൽ വരുന്നത് അല്ലേ? 10 ഗ്രാം അല്ലേ? ഓ ഓ. പിന്നെ ഏതാ ഫുഡ് വരുന്നത്? പിന്നെ ഫുഡ് ഡി ക്യാപ്പ് വരുന്നുണ്ട്. ഡി ക്യാപ്പ്. ഓ ഓ. ഡി ക്യാപ്പ് ഡ്രൈ ആയിട്ട് വരുന്നത്. ഇതിപ്പോ എങ്ങനെ കൊടുക്കണോ? ഇതിപ്പോ നമ്മളൊരു കൊടുക്കുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെ തുടങ്ങുമ്പോ? ഇത് നമുക്ക് ഗ്രാം അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. 15 ഗ്രാം. എത്ര ഗ്രാം ഉണ്ട്? ഇതിപ്പോ നമുക്കൊരു 20 ഗ്രാം 25 ഗ്രാം ഒക്കെ ആയിട്ട് വരുന്നത്. ഇത് ഫ്ലേക്സ് ആണ് ഫ്ലേക്സ് അല്ലേ? ഓക്കെ. ചെറിയ ബോട്ടിലാക്കിയിട്ട് അല്ലേ? ഇവിടെ ഫിഷ് പഠിക്കുന്നവർക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിട്ട്. നമ്മളെ ബ്രെഡ് വേം ഉണ്ടാവല്ലോ. ഓ, ബ്രെഡ് വേം കൾച്ചർ അല്ലേ? കൾച്ചർ. ഓക്കെ. ഇതെന്ത് വരും കൾച്ചറിന്? കൾച്ചർ വരും എന്ത് വരും ഇപ്പൊ അതിന്? കൾച്ചറിനൊക്കെ നമുക്കൊരു 100 സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. 100 അല്ലേ? നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത് കാണുന്നത് ഏതാണ്? ഇനിയിപ്പോ ഉള്ളത് വിനെഗറിയിലല്ലേ? ഓ, അതിവിടെ കൊടുക്കുന്നുണ്ടല്ലേ? ഇതിപ്പോ എങ്ങനെ വരും അപ്പോ? അത് നമ്മുടെ മറ്റേ ബ്രെഡ് വർംസിന്റെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അതെ. ഓ ഓ ഓ. പിന്നെ അതിന്റെ ലിക്വിഡ് ഉണ്ടല്ലോ നമുക്ക്, മീബ്ലൂ എന്നതിന്റെ പേര് അല്ലേ? അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടുള്ളത്. പിന്നെ ബക്കറ്റിലാക്കി വെച്ചത് ഫുഡുകളാണ്, ഫിഷസിന്റെ നമ്മുടെ. ഓ, ബക്കറ്റ്. അപ്പൊ അത്രയും ബക്കറ്റ് ആയിട്ട് കൊടുക്കൂല്ലേ? കൊടുക്കുന്നുണ്ട്. പ്രിൻസ്വീന്. പിന്നെ ഏതാണ്? കമ്മ്യൂണിറ്റി ഫോർമുല ഉണ്ട്. ഫ്ലേക്സ് ആണല്ലോ. ഓക്കെ. ഇത് അതിന്റെ പൊടികൾ. പിന്നെ അത് കെയോ വരുന്നുണ്ട് കേട്ടോ. അതെ. കെയോസിന്റെ എല്ലാ നമ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. റീറ്റെയിൽ ആയാലും ഹോൾസെയിൽ ആയാലും നമുക്ക് അവൈലബിൾ ആണ്. അതെ. ഓ ഓ. ഇതിപ്പോ ഫ്ലേക്സ് ഉണ്ടല്ലോ, ഫ്ലേക്സ്. ഇത് വേറെ കമ്പനിയുടെ ആവൂലേ? വേറെ കമ്പനിയുടെ. ഇത് നമുക്ക് ഇങ്ങനെ ഇപ്പൊ റീറ്റെയിൽ മാത്രമായിട്ട് കൊടുക്കാണ്ടാവുള്ളൂ. റീറ്റെയിൽ മാത്രമായിട്ട് കൊടുക്കാണ്ടാവുള്ളൂ. പിന്നെ നമ്മള് ആക്സസറീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ഗ്ലാസുകള്, അതിലെ ഫിൽറ്റർ, സ്പോഞ്ച്, സ്റ്റോൺസ് ഐറ്റംസ് ഒക്കെ അല്ലാതെ നമുക്ക് വരുന്നുണ്ട്. ഓ ഓ. പിന്നെ നമുക്ക് അക്വേറിയം അവൈലബിൾ ആണ് കേട്ടോ. അക്വേറിയം പല സൈസിലുള്ള അക്വേറിയം. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഫിഷുകൾ നോക്കില്ലേ? അപ്പൊ നമ്മള് മറ്റുള്ള അക്വേറിയം ഷോപ്പിന്റെ മാരില്ല, ഇവിടെ കൊറിയർ ഉണ്ട്. അപ്പൊ ഈ അക്വേറിയം ഷോപ്പിന്റെ മെയിൻ പ്രത്യേകത ഇവിടെ ഉള്ള കാണിച്ച എല്ലാ ഫിഷും ഓൾ ഇന്ത്യ, ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. അതന്നെ വലിയൊരു കാര്യം അല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ ഫുഡുകള് നമുക്ക് റീറ്റെയിലും ഹോൾസെയിൽ ആയിട്ട് എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത കൾച്ചറൽ ബ്രെഡ് വേം, പിന്നെ വിനെഗറിയിൽ അതൊക്കെ ഇവിടുന്ന് കൊറിയർ ഉണ്ട്. പിന്നെ നമ്മുടെ കാണിച്ച പെല്ലറ്റ് ഫുഡായിട്ടുള്ള ഡി ക്യാബ് ഡ്രൈ അതൊക്കെ ഇവിടുന്ന് നമുക്ക് ഹോൾസെയിൽ ആയിട്ടും ഉണ്ടാവും. ടിമിയുടെ സിസ്റ്റം അങ്ങനെ ഉണ്ടാവും. അപ്പം അത്രയും ഇവിടുന്ന് എല്ലാം കൊറിയർ അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ മന്നത് അക്വാറ്റിക്സ്? സംഭവം സൂപ്പറായത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? നമുക്ക് ഓൺലൈൻ ആയിട്ട് ഉണ്ടായിരുന്നു. ഒരു മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ മന്നത് അക്വാറ്റിക്സ്? സംഭവം സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ എല്ലാവർക്കും എല്ലാവരും ബൈ.